Hello, children. Welcome to We Care E Education, only at CBSE Manglish. Three questions. The thought came to a certain king that he would never fail if he knew three things. These three things were: what is the right time to begin something? Which people should he listen to? What is the most important thing for him to do? ഇപ്പോൾ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ മനസ്സിൽ ഒരു കാര്യം വന്നു. ഒരു 3 ചോദ്യത്തിൻ്റെ ഉത്തരം അറിഞ്ഞിരുന്നെങ്കിൽ ഓൻ ഒരിക്കലും ഫെയിൽ ആവില്ല എന്ന് ഓൻ വിശ്വസിച്ചു. ആ 3 ചോദ്യങ്ങൾ എന്തായിരുന്നു? ഫസ്റ്റ് ചോദ്യം, എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് സമയം എന്താണ്? സെക്കൻഡ് ചോദ്യം, അവൻ ആര് പറയുന്നതാണ് കേൾക്കണ്ടി? തേർഡ് ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഹിം ടു ഡു? ഓനക്ക് എപ്പോഴും ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തായിരുന്നു? ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയാൽ ഓൻ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കൂല എന്ന് ഓൻ വിശ്വസിച്ചു. ദ കിങ് therefore sent messengers throughout his kingdom, promising a large sum of money to anyone who would answer these three questions. അപ്പോൾ കിങ് ചെയ്ത നെക്സ്റ്റ് കാര്യം എന്താണ്? മെസ്സഞ്ചേഴ്സിനെ അയച്ച് എല്ലാവർക്കും ഈ മെസ്സേജ് പാസ് ചെയ്യാൻ. എന്നിട്ട് ആരാ ഇതിൻ്റെ ശരിക്കും സാറ്റിസ്ഫൈങ് ആൻസർ തരുന്നോ അവർക്ക് ഹ്യൂജ് റിവാർഡ് കിട്ടുമെന്ന്. Many wise men came to the king, but they all answered his questions differently. അപ്പോൾ അത് കുറേ ആൾക്കാർ കിങ്ങിനെ അഡ്വൈസ് ചെയ്യാൻ വന്ന് എല്ലാവരും വേറെ വേറെ ആൻസേഴ്സ് അതിന് കൊടുത്ത്. In reply to the first question, some said that the king must prepare a timetable and then follow it strictly. Only in this way, they said, could he do everything at its proper time. Others said it was impossible to decide in advance the right time for doing something. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു കാര്യം ചെയ്യുന്ന കറക്റ്റ് സമയം എന്താണെന്നായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് ആൾക്കാർ അതിൻ്റെ ഉത്തരം തന്ന് നിങ്ങൾ ആദ്യം ഒരു ടൈം ടേബിൾ ചെയ്ത് വെച്ചിട്ട് സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്യണം, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ടൈമിലായിരിക്കുമെന്ന്. അപ്പോൾ മറ്റേ അഭിപ്രായം വന്നത് എന്താ? അത് ആദ്യം തീരുമാനിക്കാൻ പറ്റില്ല എന്താണ് കറക്റ്റ് സമയമെന്ന്, അത് ആദ്യം പറഞ്ഞു വെക്കാൻ പറ്റില്ല എന്ന്. The king should notice all that was going on, avoid foolish pleasures, and always do whatever seemed necessary at that time. Yet others said that the king needed a council of wise men who would help him act at the proper time. This was because one man would find it impossible to decide correctly without help from others, the right time for every action. അപ്പോൾ ചില ആൾക്കാർ എന്താ പറഞ്ഞ് കിങ് ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കാനും പറഞ്ഞ് പിന്നെ ആദ്യം ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വൈസ് മെൻ ഷുഡ് ബി ദെയർ ഇൻ ദാറ്റ് കൗൺസിൽ. അതെന്താണ്? ചിലപ്പോൾ ഒരു വൈസ് മെന്നിന് ഒരു സമയത്ത് ആൻസർ കിട്ടിയില്ലെങ്കിൽ മറ്റേ ആൾക്കാർ അവനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ അവരുടെ അഭിപ്രായം കേട്ടിട്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് ആക്ഷൻസ് എടുക്കാൻ പറ്റാന്ന്. But then others said that there were some things which could be urgent. These things could not wait for the decision of the council. In order to decide the right time for doing something, it is necessary to look into the future, and only magicians could do that. The king therefore would have to go to magicians. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം മറ്റേ അഭിപ്രായം വന്നത് എന്താ? ചിലപ്പോൾ എന്താവും, കൗൺസിൽസിന് മീറ്റിംഗ് ഒക്കെ ചെയ്ത് എല്ലാവരും തർക്കിച്ച് ലാസ്റ്റിലൊരു ഒപ്പീനിയനിലേക്ക് വരുന്ന കുറേ സമയം പിടിക്കും. പക്ഷേ ചില കേസസിൽ ഡിസിഷനിൽ വേഗം എത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ പ്രോബ്ലം സോൾവ് ആക്കാനുള്ള വഴി എന്താ? നമുക്ക് ഫ്യൂച്ചർ ആദ്യം അറിയെങ്കിൽ നമുക്ക് നേരത്തെ ഡിസിഷൻ എടുക്കാം, സമയം ഉണ്ടാകുമ്പോൾ ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഫ്യൂച്ചർ നേരത്തെ അറിയണമെങ്കിൽ മാജിഷ്യൻസ്ക്ക് അറിയുള്ളൂ ഫ്യൂച്ചറൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാജിഷ്യൻസിനെ കോൺടാക്ട് ചെയ്യണം. Therefore king should call for the magicians. In their answers to the second question, some said that the people most necessary to the king were his counselors. Others said the priests. A few others chose the doctors, and yet others said that his soldiers were the most necessary. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻക്ക് ആൻസർ ഇങ്ങനെ മിക്സഡ് ആയി. എന്തൊക്കെ കിട്ടി? കൗൺസിലേഴ്സ്, പിന്നെ പ്രീസ്റ്റ്, പിന്നെ ഡോക്ടേഴ്സ്, പിന്നെ സോൾജേഴ്സ്. ഇവരാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഹൂം യു ഷുഡ് ലിസൺ ടു. ഇങ്ങനത്തെ കുറേ അഭിപ്രായങ്ങൾ വന്നു. ടു ദ തേർഡ് ക്വസ്റ്റ്യൻ സം സെഡ് സയൻസ്, others chose fighting, and yet others religious worship. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്താ, ചെയ്യാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന്. അപ്പോൾ കുറേ അഭിപ്രായം, റിലീജിയസ്ലി എന്തെങ്കിലും ചെയ്യുക, ഇല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സയൻസിനെ ചൂസ് ചെയ്യുക, അതായിരുന്നു കുറേ അഭിപ്രായം അങ്ങനെ വന്നു. As the answers to his questions were so different, the king was not satisfied and gave no reward.
Instead, he decided to seek the advice of a certain hermit who was widely known for his wisdom. ഹെർമിറ്റ് എന്താണ്? ഒരു സാധുക്കളൊക്കെ ഉണ്ടാവുമല്ലേ, ഒരു ഒറ്റക്ക് സന്യാസികളൊക്കെ അവർ കുറേ ജ്ഞാനമൊക്കെ നേടി ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഹെർമിറ്റ് എന്ന് പറയും അവരെ. അപ്പോൾ കിങ് എന്താ വിചാരിച്ചത്, ഇങ്ങനെ പല അഭിപ്രായം വരുമ്പോൾ എനിക്ക് ശരി എന്താന്ന് മനസ്സിലാവാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഈ നല്ല ബുദ്ധിമാനായ ഒരു സാധുവിൻ്റെ അവനക്കറിയാം, അവരുടെ അടുത്ത് പോയി ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് അവൻ തീരുമാനിച്ചത്. ദ ഹെർമിറ്റ് ലിവ്ഡ് ഇൻ എ വുഡ് വിച്ച് ഹി നെവർ ലെഫ്റ്റ്. He saw no one but simple people, and so the king put on ordinary clothes. അപ്പോൾ ഈ ഹെർമിറ്റ് ഇങ്ങനെ സന്യാസികളൊക്കെ ജീവിക്കുന്ന സ്ഥലം ഇങ്ങനെ ഒരു മെയിൻ ജംഗലല്ലാതെ ജംഗലിൻ്റെ ഔട്ട്സ്കേർട്സിൽ ചെറിയ ഫോറസ്റ്റിലൊക്കെ ആയിരിക്കും അവർ ജീവിക്കുക. അപ്പോൾ അവർ ഇങ്ങനത്തെ സ്ഥലത്ത് ഭയങ്കര സിമ്പിൾ ലൈഫാണ് അവർ ലീഡ് ചെയ്യുക, ഒരു ലാവിഷ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ കിങ്കും തീരുമാനിച്ചു, ഓക്കെ ഞാനും അവർ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ പോവാം. Before he reached the hermit's hut, the king left his horse with his bodyguard and went on alone. അപ്പോൾ കിങ് ഹെർമിറ്റിൻ്റെ വുഡ്സ് എത്തുന്ന വരെ ഹോഴ്സിലായിരുന്നു പോയത്. പിന്നെ അവിടെ എത്തിയതിൻ്റെ ശേഷം ബോഡിഗാർഡിനെയും ഹോഴ്സിനെയും അവിടെ വിട്ടിട്ട് അവൻ ഒറ്റക്കാണ് ഹെർമിറ്റിനെ കാണാൻ പോയത്. As the king came near the hermit's house, he saw the hermit digging the ground in front of his hut. He greeted the king and continued digging. The hermit was old and weak, and as he worked, he breathed heavily. അപ്പോൾ ഓൻ ഹെർമിറ്റ് ഡിഗ്ഗിങ് ആക്കുമായിരുന്നു, കുഴിക്കായിരുന്നു. അപ്പോൾ കിങ് അവിടെ പോയി എത്തിയപ്പോൾ ഹെർമിറ്റ് ഗ്രീറ്റ് ചെയ്ത് പിന്നെ ഓൻ ഡിഗ്ഗിങ് ചെയ്യാൻ തന്നെ തുടർന്നു. The king went up to the hermit and said, I have come to you, wise hermit, to ask you to answer 3 questions. How can I learn to do the right thing at the right time? Who are the people I need most? And what affairs are the most important? അപ്പോൾ കിങ് ഹെർമിറ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഞാൻ ഈ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. പിന്നെ അവൻ്റെ ചോദ്യങ്ങളും പറഞ്ഞു. അവൻ്റെ ചോദ്യങ്ങൾ എന്തായിരുന്നു, ഒരു കാര്യം ചെയ്യാനുള്ള കറക്റ്റ് സമയം എന്താണ്, ഞാൻ ആര് പറഞ്ഞതാണ് കേൾക്കേണ്ടി, പിന്നെ ഏത് കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടി. The hermit listened to the king, but did not speak. He went on digging. You are tired, said the king. Let me take the spade and work in your place. അപ്പോൾ ഹെർമിറ്റ് ഒന്നും ആൻസർ പറയാതെ ഈ കണ്ടിന്യൂ ടു ഡിഗ്. അപ്പോൾ ആ കിങ്ക്ക് അത് കണ്ടിട്ട് പാവം തോന്നി. ഹെർമിറ്റിനോട് അവൻ പറഞ്ഞു, നിങ്ങൾ ടയേർഡായെന്ന് തോന്നുന്നു, ആ സ്പേഡ് എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് ഡിഗ് ചെയ്ത് തരാം. താങ്ക്സ്, സെഡ് ദ ഹെർമിറ്റ്, ഗിവിങ് ദ കിങ് ഹിസ് സ്പേഡ്. ദെൻ ഹി സാറ്റ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഹെർമിറ്റ് താങ്ക്സ് പറഞ്ഞിട്ട് സ്പേഡ് കൊടുത്തു കിങ്ങിന്. എന്നിട്ട് ഹെർമിറ്റ് അവിടെ ഗ്രൗണ്ടിൽ ഇരുന്നു. വെൻ ദ കിങ് ഹാഡ് ഡഗ് 2 beds, he stopped and repeated his questions. അപ്പോൾ ഇപ്പോൾ കിങ് ഇവിടെ കുഴിക്കാനല്ലല്ലോ വന്നത്, ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ. അപ്പോൾ 2 റൗണ്ട് ഓൻ ഇങ്ങനെ കുഴിച്ചതിൻ്റെ ശേഷം ഓൻ ചോദിക്കുകയാണ്, ബെഡ്സ് പറഞ്ഞാൽ എന്താ, സ്മോൾ പാച്ചസ് ഓഫ് ഗ്രൗണ്ട് ഫോർ പ്ലാന്റ്സ്. ഇപ്പോൾ നമ്മൾ എയർ എടുക്കൂലേ, പൂളൊക്കെ കുത്താൻ എടുക്കൂല, അങ്ങനത്തെ ബെഡ്സ്. അപ്പോൾ ഇങ്ങനെ 2 റൗണ്ട് ഓഫ് ബെഡ്സ് അവൻ ഉണ്ടാക്കി. ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഓൻ പിന്നെ ഹെർമിറ്റിനോട് ചോദിച്ചു, ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തരാൻ പറ്റുമോ എന്ന്. The hermit gave no answer, but stood up, stretching out his hand for the spade and said, Now you rest and let me work. അപ്പോൾ ഹെർമിറ്റ് ഒന്നും പറഞ്ഞില്ല, ആൻസർ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇനി സ്പേഡ് എനിക്ക് തന്നോ, ഞാൻ ചെയ്യാം, നീ റെസ്റ്റ് ചെയ്യോ. But the king did not give him the spade and continued to dig. അപ്പോൾ കിങ് സ്പേഡ് കൊടുത്തില്ല, ഓൻ തന്നെ ഡിഗ് ചെയ്യാൻ തുടർന്നു. 1 hour passed, then another. The sky went down behind the trees, and at last the king stuck the spade into the ground and said, I came to you, wise man, for an answer to my questions. If you can give me no answer, tell me so, and I'll return home. അപ്പോൾ കിങ് അത്രയും നേരം 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി, സണ്ണ് സെറ്റ് ആവാനായി. അപ്പോൾ കിങ് മതിയാക്കി. എന്നിട്ട് കിങ് ഹെർമിറ്റിനോട് പറയാണ്, ഞാൻ നിങ്ങളോട് ചോദ്യത്തിൻ്റെ ഉത്തരം ചോദിക്കാനല്ലേ വന്നത്, ആ ഉത്തരം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞൂടെ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുമായിരുന്നല്ലോ. ഹിയർ കംസ് സംവൺ റണ്ണിങ്, സെഡ് ദ ഹെർമിറ്റ്. അപ്പോൾ ഹെർമിറ്റ് നോക്കുമ്പോൾ ആരോ അവിടേക്ക് ഓടി വരികയാണ്. ദ കിങ് ടേൺഡ് റൗണ്ട് ആൻഡ് സോ എ ബിയർഡഡ് മാൻ റണ്ണിങ് ടുവേർഡ്സ് ദെം. ഹിസ് ഹാൻഡ്സ് വെർ പ്രസ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് സ്റ്റമക്ക് ഫ്രം വിച്ച് ബ്ലഡ് വാസ് ഫ്ലോയിങ്. വെൻ ഹി റീച്ച്ഡ് ദ കിങ് ഹി ഫെയിൻറ്റഡ് ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഹെർമിറ്റ് നോക്കുക അവിടെ ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
കിങ് നോക്കുമ്പോൾ ഒരു ബിയേർഡ് മീൻസ് ദാടിയുള്ള ഒരാൾ, ദാടിക്കാരൻ ഓടി വരികയാണ്. നോക്കുമ്പോൾ അവൻ്റെ പള്ളയിൽ ഇങ്ങനെ കൈ അമർത്തി പിടിച്ച് വരികയാണ്. എന്നിട്ട് ആ പള്ളയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി പോവുന്നുണ്ട്. എന്നിട്ട് കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ അവൻ അവിടെ വീണ് അൺകോൺഷ്യസ് ആയിപ്പോയി, മയക്കമായിപ്പോയി. അപ്പോൾ അവൻ ഗ്രൗണ്ടിലേക്ക് വീഴുന്നു. The king and the hermit removed the man's clothing and found a large wound in his stomach. അപ്പോൾ ഓനിങ്ങനെ വീഴുന്നപ്പോൾ ഇവർ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ നീക്കി നോക്കുമ്പോൾ അവൻ്റെ സ്റ്റൊമക്കിലൊരു വലിയ വൂണ്ട് ഉണ്ട്. The king washed and covered it with his handkerchief, but the blood would not stop flowing. The king redressed the wound until at last the bleeding stopped. റീഡ്രസ്ഡ് മീൻസ് പിന്നെയും ഒരു തുണി വെച്ച് ചോരൊക്കെ ഒപ്പിയെടുക്കുക. അപ്പോൾ ആ കിങ് എന്താ ചെയ്ത, ഒരു ഹാൻഡ് കർച്ചീഫിനോടൊന്ന് തുടച്ചൊക്കെ നോക്കുമ്പോൾ ബ്ലഡ് നിൽക്കണില്ല, ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്നിപ്പോൾ കിങ് കുറേ പ്രാവശ്യം അതിനെ റീഡ്രസ് ചെയ്ത് കൊടുത്ത് ബ്ലീഡിങ് നിൽക്കുന്ന വരെ അതിന് അറ്റൻഷൻ കൊടുത്ത്. The man felt better and asked for something to drink. The king brought fresh water and gave it to him. By this time the sun had set and the air was cold. The king, with the hermit's help, carried the wounded man into the hut and laid him on the bed. The man closed his eyes and lay quiet. അപ്പോൾ കുറച്ച് ബ്ലഡൊക്കെ നിന്നപ്പോൾ അയാൾക്ക് കുറച്ച് ഓക്കെ ഫീൽ ചെയ്ത്. എന്നിട്ട് അയാൾ ചോദിച്ചു എന്തെങ്കിലും കുടിക്കാൻ കിട്ടും. അപ്പോൾ കിങ് വേഗം പോയി ഫ്രഷ് വാട്ടറൊക്കെ കൊണ്ടുവന്ന് അവനക്ക് കൊടുത്ത് അതൊക്കെ വെള്ളം കുടിച്ചതിന് ശേഷം ഹെർമിറ്റും കിങ്ങും കൂടി അയാളെ പൊന്തിച്ച് ഹെർമിറ്റിൻ്റെ റൂമിൽ കൊണ്ട് ബെഡിൽ കിടത്തി. അങ്ങനെ കിടത്തിയതിന് ശേഷം അയാൾ കുറച്ച് ക്വയറ്റായി. The king, tired by his walk and the work he had done, lay down on the floor and slept through the night. When he awoke, it was several minutes before he could remember. കിങ് വന്ന് കുറേ ക്ഷീണമായി പോയിരുന്നു. അപ്പോൾ ഈ കിങ്ങും അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. When it was several minutes before he could remember where he was or who the strange bearded man lying on the bed was. അപ്പോൾ അവൻ ഉറങ്ങി നീക്കിച്ചപാട് എനിക്കൊന്നും ഓർമ്മയില്ല ഈ ബിയർഡഡ് മാൻ എന്താ സംഭവിച്ചത്. നമ്മൾ ഉറങ്ങി നീക്കുമ്പോൾ അത്ര തെളിവുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താണ് ആരാണെന്നൊക്കെ. Forgive me, said the bearded man in a weak voice when he saw that the king was awake. അപ്പോൾ കിങ് നീച്ചെന്ന് കണ്ടപ്പോൾ ആ ബിയർഡഡ് മാൻ കിങ്ങിനോട് പറയാം forgive me എന്ന്. I do not know you and have nothing to forgive you for, said the king. അപ്പോൾ കിങ് പറയാം എനിക്ക് എന്നെ അറിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ എന്നെ forgive ചെയ്യേണ്ടി? You do not know me, but I know you. I am that enemy of yours who swore revenge on you because you put my brother to death and seized my property. അപ്പോൾ അയാൾ പറയാം നിങ്ങൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളറിയാം. ഞാൻ നിങ്ങളുടെ എനിമി ആയിരുന്നു. ഞാൻ ശപഥം ചെയ്തിരുന്നു നിങ്ങളെ റിവെഞ്ച് എടുക്കുമെന്ന്. നിങ്ങൾ എന്താ ചെയ്ത, എൻ്റെ ബ്രദറിനെ കൊന്നിട്ട് എൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്. I knew you had gone alone to see that hermit and I made up my mind to kill you on your way home. അപ്പോൾ അവൻ പറയാം എനിക്ക് നിങ്ങൾ ഹെർമിറ്റിനെ കാണാൻ ഒറ്റക്ക് പോയതാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ തീരുമാനിച്ചത്, നിങ്ങൾ തിരിച്ചു വരുന്നത് ഒറ്റക്കാവുമല്ലോ, അപ്പോൾ ഞാൻ നിങ്ങൾ കൊല്ലുന്നു. But the day passed and you did not return. So I left my hiding place and came upon your bodyguard who recognized me and wounded me. അപ്പോൾ അവൻ പറയാം പക്ഷെ ഞാൻ കുറേ കാത്തു നിന്നിട്ടും നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞാൻ ഒളിച്ചു നിന്ന സ്ഥലത്തു നിന്നേക്ക് പുറത്ത് വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ബോഡിഗാർഡ് എന്നെ കണ്ട്, എന്നിട്ട് അയാൾ എന്നെ ഇങ്ങനെ വൂണ്ട് ചെയ്ത് കുത്തിണ്ടാവും. I escaped from him, but I should have died if you had not dressed my wounds. I wished to kill you and you saved my life. Now if I live, I will serve you as your most faithful servant and will order my sons to do the same. Forgive me. അപ്പോൾ അവൻ പറയാം ആ ബോഡിഗാർഡ് എന്നെ കുത്തി അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി, പക്ഷെ ഞാൻ ഉറപ്പായിട്ട് മരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എൻ്റെ വൂൺസിന് ഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് I would have died. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊരു ഫെയ്ത്ത്ഫുൾ സെർവൻ്റായിട്ട് ഞാൻ ജീവിച്ചിരിക്കും. എന്നിട്ട് എൻ്റെ മക്കളോടും പറയാം അങ്ങനെ തന്നെ നിൽക്കാൻ. സോ എന്നെ forgive ചെയ്തോളി. The king was very happy to have made peace with his enemy so easily and to have won him over as a friend. He not only forgave him but said he would send his servants and his own doctor to look after him, and he promised to give back the man his property. അപ്പോൾ കിങ്ങിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര ഒന്നും ചെയ്യാതെ അവൻ്റെ എനിമീനെ അവൻ്റെ ഫ്രണ്ടായിപ്പോയി. ഓനക്കൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല, ഒരു എനിമീനെ ഫ്രണ്ട് ആക്കാൻ പറ്റി.
എന്നിട്ട് ഓന് കിങ്കും പ്രോമിസ് ചെയ്ത് ഞാൻ തന്നെ എനിക്കും വേണ്ടി ഒരു എൻ്റെ സെർവൻസിനെയും ഡോക്ടേഴ്സിനെയും അയക്കാം എൻ്റെ വൂണ്ടൊക്കെ വേഗം ഹീലാക്കാൻ വേണ്ടി. എന്നിട്ട് അതും പ്രോമിസ് ചെയ്ത് അവൻ കിങ് സീസ് ചെയ്ത പ്രോപ്പർട്ടി, സീസ് മീൻസ് ഇങ്ങനെ തട്ടിയെടുക്കൂലേ, കൈക്കലാക്കൂലേ, അങ്ങനെ കൈക്കലാക്കിയ പ്രോപ്പർട്ടി തിരിച്ച് ആ മാൻക്ക് തന്നെ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. Leaving the wounded man, the king went out of the hut and looked round for the hermit. Before going away, he wished once more to get answers to his questions. അപ്പോൾ കിങ് ശരി ഓക്കെ ആണെന്നൊക്കെ മനസ്സിലായി, ഇനി പോകാൻ സമയമായി. അപ്പോൾ കിങ് തീരുമാനിച്ചു പോണേന് മുന്നേ ഒന്നും കൂടി ആ ഹെർമിറ്റിനോട് ചോദിച്ചു നോക്കാം ആൻസേഴ്സ് കിട്ടാൻ പറ്റുമോ, ഒരു വഴി ഉണ്ടോ എന്ന് നോക്കാം. The hermit was on his knees sowing seeds in the beds that had been dug the day before. അപ്പോൾ ഹെർമിറ്റ് ഇന്നലെ ഏറെടുത്ത ആ മണ്ണിൻ്റെ ബെഡിലേക്ക് he was sowing seeds. The king went up to the hermit and said, "For the last time, I beg you to answer my questions, wise man." അപ്പോൾ ആ കിങ് പറഞ്ഞു, ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തരാൻ പറ്റുമോയെന്ന്. "You have already been answered," said the hermit, still bending down to the ground and looking up at the king as he stood before him. ഇപ്പോൾ ഹെർമിറ്റ് അങ്ങനെ ആ നീൽ ഡൗൺ ചെയ്ത അവസ്ഥയിൽ തന്നെ കിങ്ങിനെ നോക്കി പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ ആൻസർ കിട്ടിയല്ലോ, യു ഹാവ് ബീൻ ആൻസേർഡ്. ഹൗ ഹാവ് ഐ ബീൻ ആൻസേർഡ്? വാട്ട് ഡു യു മീൻ? ഇപ്പോൾ കിങ്ങിനൊന്നും മനസ്സിലായില്ല, ആൻസർ ഒന്നും കിട്ടിയില്ലല്ലോ. ഡു യു നോട്ട് സീ, റിപ്ലൈഡ് ദ ഹെർമിറ്റ്, if you had not pitied my weakness yesterday and had not dug these beds for me, you would have gone away. Then that man would have attacked you and you would have wished you had stayed with me. So the most important time was when you were digging the beds. And I was the most important man. And to me good was your most important business. അപ്പോൾ ഹെർമിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, നിങ്ങൾ ഇന്നലെ ഈ 3 ചോദ്യം ചോദിച്ച് എൻ്റെ അടുത്ത് വന്ന് അല്ലേ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോയിണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് നിങ്ങൾ നിന്ന്. അപ്പോൾ നിങ്ങൾ നിന്നതുകൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ പോകാൻ ലേറ്റ് ആയത്. നിങ്ങൾ കറക്റ്റ് അപ്പോൾ തന്നെ റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ ഈ ആൾ വന്ന് നിങ്ങളെ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു ടു ഡു വാസ് ടു ഹെൽപ്പ് മീ. പിന്നെ ആ സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ വാസ് മീ, ഞാനായിരുന്നു നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു വാസ് ടു ഡു മീ ഗുഡ്, എനിക്ക് നല്ലത് ചെയ്യുന്നതായിരുന്നു നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. Afterwards, when the man ran to us, the most important time was when you were caring for him. Because if you had not dressed his wounds, he would have died without having made peace with you. So he was the most important man, and what you did for him was your most important business. അപ്പോൾ ആ ഹെർമിറ്റ് പറയാണ്, അപ്പോൾ ആ ദാടിക്കാരൻ നിങ്ങളുടെ അടുത്ത് ഓടി വന്നപ്പോൾ നിങ്ങൾ അവനെ ഫസ്റ്റ് അവന് വൂണ്ടല്ലേ കെയർ ചെയ്ത്, അവൻ ആരാ ഏതാണെന്ന് അന്വേഷിക്കാതെ യു ഡിൻ വേസ്റ്റ് ടൈം ആൻഡ് യു സ്റ്റാർട്ടഡ് ഡ്രസ്സിങ് ഹിസ് വൂണ്ട്. അപ്പോൾ അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം, ദാറ്റ് ടൈം വെൻ യു സ്റ്റാർട്ടഡ് യുവർ ഡ്രസ്സിങ് ഓഫ് ഹിസ് വൂണ്ട്സ്. പിന്നെ എന്തായി, നിങ്ങൾ അവനല്ല ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേറെ ഒരു പണിയും ചെയ്യാതെ അവനെ കെയർ ചെയ്ത്. അപ്പോൾ ഹീ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ വിത്ത് യു ആൻഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിം, അവനെ നോക്കുന്നതായിരുന്നു നിങ്ങൾക്ക് അപ്പം ചെയ്യാനുള്ള ഏറ്റവും വലിയ കർത്തവ്യം. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു. റിമെമ്പർ ദെൻ ദർ ഈസ് ഓൺലി വൺ ടൈം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് നൗ. അപ്പോൾ ഇതാണ് ആ ഹെർമിറ്റ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. എപ്പോഴും ഓർമ്മ വെക്കുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സമയം ഇസ് നൗ. ഇപ്പോഴത്തെ ദിസ് പ്രസൻറ്റ് ടൈം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. It is the most important time because it is the only time we have any power to act. അപ്പോൾ അതാണ് അതിൻ്റെ റീസണും കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദിസ് ടൈം വി ഹാവ് ദ പവർ. എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഈ പ്രസൻറ്റിലാണ് ഉണ്ടാവുക. പാസ്റ്റിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. പ്രസൻറ്റാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള സമയം. The most necessary person is the person you are with at a particular moment. For no one knows what will happen in the future and whether we will meet anyone else. അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് അറ്റ് പ്രസൻറ്റ് നമ്മളെ കൂടെ ആരൊക്കെ ആണോ അവരാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഇനി വരാൻ പോകുന്ന ആൾക്കാരാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കൂടുതലുള്ള ആൾക്കാരെ പറ്റി ഒന്നും തിരിഞ്ഞു നോക്കാതെ നിൽക്കുക, അതൊക്കെ തെറ്റാണ്. നമ്മളെ കൂടെ ഇപ്പോൾ ഈ സമയത്ത് ആരാ നമ്മളെ കൂടെ ഉള്ളത്, ഇപ്പോൾ ഈ സമയത്ത് അവരാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ.
The most important business is to do good that person good because we are sent into this world for that purpose alone. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താ, നമ്മൾ ആരെ കൂടെ ഉള്ളത് അവർക്ക് നന്മ ചെയ്യാം. അതാണ് നമ്മൾ ഈ ജീവിതത്തിൽ വരാനുള്ള ഒരു പേർപ്പസ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ മെയ്ഡ് ടു ഹെൽപ്പ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു രാജാവിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആൻഡ് ഇതായിരുന്നു ഹെർമിറ്റിൻ്റെ 3 ആൻസേഴ്സ്. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ലെസൺ. ബൈ.